അകത്തു പോയപ്പോൾ കുറച്ചു സമയം മിട്ടുവിന് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. കുറച്ചു ദൂരം പോയി നോക്കിയപ്പോൾ അതിനെ കണ്ടതൊന്നും വിശ്വസിക്കാനേ പറ്റിയില്ല. എന്തെന്നാൽ അത് മനോഹരമായ കാടായിരുന്നു. അടുത്തു തന്നെ ഒരു വെള്ളച്ചാട്ടവും ഉണ്ടായിരുന്നു. മരത്തിലും ചെടിയിലും പൂക്കൾ വിരിഞ്ഞു നിന്നു. അപ്പോൾ അത് കണ്ടു കാട്ടിൽ നിന്നും മാഞ്ഞുപോയ എല്ലാ മൃഗങ്ങളും കൂട്ടിൽ അടഞ്ഞു കിടക്കുന്നത്. ആ കാട്ടിൽ നീലപക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു. സിംഹാസനത്തിൽ ഒരു പക്ഷിയും ഉണ്ടായിരുന്നു. ആരാണ് നീ? എന്തിനാണ് ഇവിടേക്ക് വന്നത്? പക്ഷി റാണി, ആദ്യം ഇത് പറയൂ, എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ എന്തിനാണ് ബന്ധനസ്ഥരാക്കിയിരിക്കുന്നത്? ഇനി നീയും ഇവരെ പോലെ ഇവിടെ അടഞ്ഞു കിടക്കാനാണ് പോകുന്നത്. അങ്ങനെ റാണി എന്തോ ഒരു മന്ത്രം പറഞ്ഞു. എന്നാൽ മിട്ടുവിനെ ആ മന്ത്രം ഒന്നും ചെയ്തില്ല. എന്താ ഇത്? എന്തുകൊണ്ട് എന്റെ മാന്ത്രിക ശക്തി നിന്നിൽ ഫലിക്കാതെ പോകുന്നത്? അങ്ങനെ വീണ്ടും അത് ശ്രമിച്ചു നോക്കി. എന്നാൽ വീണ്ടും മിട്ടുവിനെ ഒന്നും തന്നെ അത് ചെയ്തില്ല. അത്യാഗ്രഹമില്ലാതെ ആരെങ്കിലും വന്നാൽ അവരെ എന്റെ മന്ത്രം ഒന്നും ചെയ്യില്ല. നീ ഒന്നും മോഹിച്ചല്ലേ ഇവിടേക്ക് വന്നത്? ഇല്ല റാണി പക്ഷിയെ, ഒരു പരുന്തിന്റെ പിന്നാലെ വന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് കയറിയത്. അപ്പോൾ നീ നല്ലവനാണ്. നിന്നെപ്പോലെയുള്ള ആൾക്കാർക്ക് ഞാൻ ഉറപ്പായും ഒരു സമ്മാനം തരും. അങ്ങനെ പറഞ്ഞ് റാണി വീണ്ടും ഒരു മന്ത്രം പറഞ്ഞു. അപ്പോൾ റാണിയുടെ കയ്യിലുള്ളതുപോലെ ഒരു മാന്ത്രിക ദണ്ട് ആ തത്തയുടെ കൈകളിലും വന്നു. ഒരുപാട് ഒരുപാട് നന്ദി. എന്നാൽ ഈ സമയം ഈ മാന്ത്രിക ദണ്ടിലുപരി എന്റെ സുഹൃത്തുക്കളെയാണ് എനിക്ക് വേണ്ടത്. ഞങ്ങളുടെ കാട് ആക്രമിക്കാൻ പോകുക. അതെങ്ങനെയെങ്കിലും എനിക്ക് പോയി തടഞ്ഞേ പറ്റൂ. ശരി മിട്ടു, അത്യാഗ്രഹം കൊണ്ട് ഇവിടെ വന്ന ആരെയും ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല. എന്നാൽ നീ ചോദിച്ചതുകൊണ്ട് ഇവരെ എല്ലാം ഞാൻ വിട്ടയക്കാം. അങ്ങനെ പറഞ്ഞ ആ കുരുവി റാണി എല്ലാവരെയും കൂട്ടിൽ നിന്നും മോചിതരാക്കി.